ശ്രീ ജി.വി. ഹരി, ഈ നിയമസഭാ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം കോൺഗ്രസ് UDF ഇതുവരെ നേരിടാത്ത ഒരു പ്രതിസന്ധിക്കാണല്ലോ വഴിവെച്ചത്. കാരണം തർക്കത്തോട് തർക്കം, ഒരു തരത്തിലും സമവായത്തിലെത്താൻ കഴിയുന്നില്ല. പൂർണ്ണമായും ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ കഴിയാതെ ഉഴലുന്ന കോൺഗ്രസ് നേതൃത്വത്തെയാണ് കാണാൻ കഴിയുന്നത്. അവസാനം ഒടുവിൽ എങ്ങനെയൊക്കെയോ എന്ന് തന്നെ പറയേണ്ടി വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് സംവിധാനത്തിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ UDFന്റെ സംവിധാനത്തിൽ ഇങ്ങനെ ഒരു പാളിച്ചയുണ്ടായത്? മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകൾക്ക് ഞങ്ങൾക്ക് ഉത്തരം പറയാനില്ല. ഞങ്ങൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി, രാഷ്ട്രീയ പാർട്ടി മുഴുവൻ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയം വരെ, ഇപ്പോൾ നമ്മൾ ഈ ചർച്ച നടക്കുന്നവരെ, അത് കോൺഗ്രസ് പാർട്ടി UDFുമാണ്. അതാദ്യം തിരിച്ചറിയുന്നത്. ഇന്നാണ് മൂന്നാമത്തെ പട്ടിക BJP പുറത്തുവിട്ടത്. 71 പേരുടെ ലിസ്റ്റാണ് എൻ്റെ കയ്യിലുള്ളത്. ഇപ്പോഴും 140 നിയോജക മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്താനായിട്ട് NDAക്കും സാധിച്ചിട്ടില്ല, LDFനും സാധിച്ചിട്ടില്ല. ഈ യാഥാർത്ഥ്യം ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ രോഹിണിയുടെ ഈ ചോദ്യത്തിനകത്ത് ഒരു അർത്ഥമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങളുടെ പാർട്ടിയിൽ അല്ലെങ്കിൽ കോൺഗ്രസിൽ പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിൽ ആളുകൾക്ക് അഭിപ്രായം പറയുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. എനിക്കും പറയാം എനിക്ക് സ്ഥാനാർത്ഥിയാകണമെന്ന് പറയും. പക്ഷേ പാർട്ടി അതിനകത്തൊരു അന്തിമ തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സമന്വിതനായിട്ടുള്ള നേതാവാണ് ശ്രീ കെ സുധാകരൻ. അദ്ദേഹം എന്താണ് ഈ പ്രഖ്യാപനത്തിന് ശേഷം പറഞ്ഞിട്ടുള്ളത്? പ്രഖ്യാപനത്തിന് മുമ്പ് ചിലപ്പോൾ അദ്ദേഹം വ്യക്തിപരമായ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. ആ പ്രഖ്യാപനത്തിന് ശേഷം നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ച എന്താണ്? അദ്ദേഹം പറഞ്ഞത് പാർട്ടിയാണ് വലുത്, ഞാൻ എത്രയോ ചെറുത്. പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇനി അഭിപ്രായമില്ല. അപ്പോൾ എല്ലാവർക്കും മത്സരിക്കണമെന്ന്, ഈ രാഷ്ട്രീയ പ്രവർത്തകരായി നിൽക്കുന്ന എല്ലാ ആളുകൾക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുണ്ട്. അത് കഴിഞ്ഞ് കിട്ടുള്ള അവസ്ഥ എന്താ? ഇപ്പോൾ ഞങ്ങൾ വളരെ കോൺഫിഡൻ്റാണ്. ഈ 140 നിയോജക മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് മത്സരിക്കുന്നത് 95 സീറ്റുകളിലാണ്. അതിൽ ഞങ്ങൾ 5ഓളം ആളുകളെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ട്, സ്വതന്ത്രരായിട്ടുള്ള ആളുകളെ പിന്തുണയ്ക്കുന്നുണ്ട്. അത് CPM വിട്ടു വന്നിട്ടുള്ള വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളാണ്. അവിടെ അതിനകത്ത് SFIയിലുണ്ടായിരുന്ന നേതാക്കന്മാരൊന്നുമല്ല. ഈ പാർട്ടി LDFുമായി ബന്ധപ്പെട്ട് 65 വർഷക്കാലത്തോളം ഈ പാർട്ടിക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള, LDFന് നേതൃത്വം കൊടുത്തിട്ടുള്ള, അതോടൊപ്പം മന്ത്രിയായിട്ടുള്ള, MLA ആയിട്ടുള്ള ആളുകളൊക്കെയാണ്. ഉദാഹരണത്തിന് G. സുധാകരൻ്റെ കാര്യം നമ്മൾ പരിശോധിച്ച് നോക്കണം. അപ്പോൾ G. സുധാകരൻ അടക്കമുള്ള ആളുകൾ, എന്തിനേറെ പറയുന്നു, നമ്മൾ പിന്തുണയ്ക്കുന്ന എല്ലാ ആളുകളും യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള ആൾ. അവരൊക്കെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ആശയം തന്നെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് സ്വതന്ത്രരായി മത്സരിക്കുമ്പോൾ അവരെ പിന്തുണയ്ക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒപ്പം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 5 ഗ്യാരണ്ടികളുണ്ട്. അതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാമല്ലോ, നിങ്ങൾക്ക് രോഹിണി അടക്കമുള്ള ആളുകൾക്ക് സന്തോഷം നൽകുന്നൊരു വാർത്തയാണ്. KSRTC ബസ്സുകളിൽ ഇനി സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ പണം കൊടുക്കണ്ട. അതാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അവർക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ, പ്രത്യേകിച്ച് ഡിഗ്രി തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 1000 രൂപ കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുക, നമുക്കറിയാം ഇപ്പോൾ ലോകത്ത് മുഴുവൻ ആരോഗ്യരംഗം വളരെ ഭാരിച്ചതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരികയാണ്. ആരോഗ്യരംഗത്ത് അല്ലെങ്കിൽ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാനാവാത്ത അവസ്ഥയാണ് നമുക്ക് ചികിത്സാ ചെലവെന്ന് പറയുന്നത്. 25 ലക്ഷം രൂപയാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഞങ്ങൾ കൊടുക്കാൻ പോകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്നത്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം പുതിയതായിട്ട് ഒരുപാട് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ വരുന്നുണ്ട്. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പല സ്റ്റാർട്ടപ്പുകളുമായിട്ട് കടന്നു വരുന്നുണ്ട്. പക്ഷേ അവർക്കൊക്കെ അതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് നമുക്കറിയാമല്ലോ. ബാങ്കിൽ നിന്ന് എടുക്കുന്ന പലിശ, അല്ലെങ്കിൽ അതിനെടുക്കുന്ന തുകയ്ക്ക് പലിശ, 5 ലക്ഷം രൂപ വരെയുള്ള തുകയ്ക്ക് പലിശരഹിതമായിട്ടുള്ള 5 ലക്ഷം രൂപ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാവുകയാണ്. അപ്പോൾ ഇങ്ങനെ കോൺഗ്രസ് പാർട്ടിയും അതോടൊപ്പം UDFും മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട 5 പ്രധാനപ്പെട്ട ഗ്യാരണ്ടികൾ കൊടുക്കുകയാണ്. ഗ്യാരണ്ടി കാർഡ് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് രോഹിണി. ഞങ്ങൾ ഓരോ വീട്ടിലും, ഇപ്പോൾ അടുത്ത ആഴ്ച ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ തന്നെ ഇവിടെ ഇരിക്കുന്ന KVSൻ്റെ വീട്ടിലും അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന വർഗീസ് സാറിൻ്റെ വീട്ടിലൊക്കെ ചെന്നിട്ട് ഞങ്ങളുടെ ഈ ഗ്യാരണ്ടി കാർഡ് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു സാധാരണഗതിയിൽ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാരണ്ടി കാർഡ് കിട്ടും. എന്താ ഗ്യാരണ്ടി കാർഡ് കൈ കിട്ടിയാലുള്ള നമ്മുടെ ഒരു കോൺഫിഡൻസ്, ഇത് നടപ്പാക്കിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോയി പരാതി കൊടുക്കാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. അതുപോലെ ഗ്യാരണ്ടി കാർഡ് അച്ചടിച്ച് നമ്മൾ കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഒരു വശത്ത് കാണുമ്പോൾ, മറുവശത്ത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDFൻ്റെ ദുർഭരണം അവസാനിപ്പിക്കാൻ ജനം കാത്തുകെട്ടി നിൽക്കുകയാണ്. ജനം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ജനം പറയുന്നുണ്ട്, എന്താണ് ഇപ്പോൾ 227 കോടി രൂപയുടെ പരസ്യമാണ് ഇവിടെ നമുക്കറിയാം കിഫ്ബിയിലൂടെയും അതോടൊപ്പം തന്നെ PRDയിലൂടെയും ഈ സർക്കാർ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, പൈസ ഇല്ല എന്ന് പറയുന്ന സർക്കാരാണ് 227 കോടി രൂപയുടെ പരസ്യം കൊടുത്തിരിക്കുന്നു. ഇനി നേരത്തെ KVS പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ആളുകളെ തിരികെ കയറ്റുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി കോൺട്രാക്ട് വ്യവസ്ഥയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളെയൊക്കെ തന്നെ നമ്മൾ അവസാന ഘട്ടത്തിൽ അവരെ എല്ലാവരെയും ഈ സർക്കാരിൻ്റെ ഭാഗമാക്കാൻ സർക്കാർ ജീവനക്കാരാൻ ശ്രമിക്കുകയാണ്. ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇവരൊക്കെ പിരിച്ചുവിടും.
അവരെയൊക്കെ പിരിച്ചുവിടുന്ന കാര്യം, ഈ രാജ്യത്ത് ഒരുപാട് തൊഴിലുകരായിട്ട് ചെറുപ്പക്കാരുണ്ട്. അവരൊക്കെ PSCക്ക് വേണ്ടിയിട്ട് കണ്ണിൽ എണ്ണയൊഴിച്ച് പരീക്ഷ പാസ്സായി അങ്ങനെ നിന്നിട്ടുള്ള ആളുകളെപ്പോലും എടുത്തിട്ടില്ല. നിങ്ങൾ പരിശോധിച്ച് നോക്കണം, കോളേജ് അധ്യാപകരായിട്ട് ആ ലിസ്റ്റിൽ വന്നിട്ടുള്ള പല 1ാം റാങ്കിലുള്ള കുട്ടിക്ക് പോലും അധ്യാപകരാകാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ സർക്കാർ ചെയ്തിട്ടുള്ള കൊള്ളരുതായ്മകളൊക്കെ ജനങ്ങളുടെ മുമ്പിലുണ്ട്. അത് തന്നെ അവരുടെ പാർട്ടിക്കകത്ത് തന്നെയുള്ള ആളുകൾ രാജിവെച്ചിട്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സുധാകരനെ പോലുള്ള നല്ല കമ്മ്യൂണിസ്റ്റുകളൊക്കെ തന്നെ പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് അവർ സ്വതന്ത്രരായിട്ട് ഈ സർക്കാരിനെതിരായിട്ട് മത്സരിക്കുന്നൊരു കാഴ്ച നമ്മൾ കേരളത്തിൽ കാണുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്ക് വലിയ സന്തോഷമല്ലേ ഉള്ളത്. ഇനി നമുക്കറിയാം നമ്മുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇവിടെ ഞാനിപ്പോൾ നമ്മൾ ഈ സ്റ്റുഡിയോ ഇരിക്കുന്ന നേമം നിയോജക മണ്ഡലത്തിലാണ്. ആ നേമം നിയോജക മണ്ഡലത്തിൽ ഈ ചരിത്രത്തിലാദ്യമായി കോൺഗ്രസ് പാർട്ടി വിജയിക്കാൻ പോവുകയാണ്. അവിടെ ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള ആളാണ് മത്സരിക്കുന്നത്. ബാക്കി 2 ആളുകളും 10-65 വയസ്സ് കഴിഞ്ഞ ആളുകളാണ്. ഇവിടെ 42 വയസ്സുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള ശബരിനാഥൻ മത്സരിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇത്തവണ വളരെ വീക്കായിട്ടുള്ള സ്ഥാനാർത്ഥിയൊക്കെ ഇവിടെ വിടും എന്നൊക്കെയുള്ള വലിയ ചർച്ചകൾ നടത്തി. അവിടെയും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെയും വിജയം ഇവിടെ സുനിശ്ചിതമാണ്. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ മുന്നോട്ട് വെച്ച, പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചിട്ടുള്ള 100+, 100+ എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് ഞങ്ങൾ പ്രവർത്തിച്ച് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളത്തെ വികസനത്തിലേക്ക് കൈപിടിച്ച് നയിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി UDF പോകും, കോൺഗ്രസ് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.